ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റൈനയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂൺ 15-ാം തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള PSC ബുള്ളറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ടോപ്പിക്കുകളാണ്. അഡീഷണൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കറണ്ട് അഫെയർ പോയിന്റ്സും ഞാൻ ഈ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ലാസ് പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? RCB ആണ് അല്ലേ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത്. നമ്മുടെ RCBയുടെ തുടർച്ചയായിട്ടുള്ള 2ാം IPL കിരീട നേട്ടം കൂടെയാണത്. ഈ 2 തവണയും ഇവരുടെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി കൂടെ അറിഞ്ഞിരുന്നു, രജത് പാട്ടിദാറാണ്. രജത് പാട്ടിദാറാണ് 2 തവണയും ഇവരുടെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി. 2 തവണയും ഇവരുടെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജത് പാട്ടിദാർ. ഇനി ഇതിന്റെ റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നോ? ഗുജറാത്ത് ടൈറ്റൻസ്. ഓക്കെ, അപ്പോൾ 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് ടീമാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, RCB ആണ്. RCB. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഏറ്റവും പുതിയ എയർ ടു സർഫേസ് മിസൈൽ ഏതാണ്? രുദ്രം 2 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഏറ്റവും പുതിയ എയർ ടു സർഫേസ് മിസൈലിന്റെ പേരെന്താണ്? രുദ്രം 2 ആണ്. DRDOയും IAFും കൂടെ ഒരുമിച്ച് വികസിപ്പിച്ചെടുത്തതാണ് രുദ്രം 2. ആരൊക്കെയാണ്? DRDOയും ഇന്ത്യൻ എയർഫോഴ്സും കൂടെ ഒരുമിച്ച് വികസിപ്പിച്ചെടുത്തതാണ് ഏതിനെ? നമ്മുടെ രുദ്രം 2നെ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അഡ്മിറൽ കൃഷ്ണസ്വാമി നാഥനാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയെ ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അഡ്മിറൽ കൃഷ്ണസ്വാമി നാഥനാണ്. നിങ്ങൾ ഒരു പോയിന്റോട് അഡിഷണലായിട്ട് ഓർത്തിരുന്നു, ഇന്ത്യയുടെ 3ാമത്തെ സംയുക്ത സേന, അതായത് CDSന്റെ മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ NS രാജസുബ്രഹ്മണിയാണ്. NS രാജസുബ്രഹ്മണി. NS രാജസുബ്രഹ്മണിയാണ്. ഈ പോയിന്റ്സ് എല്ലാം ഞാൻ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൽ റൈനോയുടെ ആപ്പിൽ നോട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ക്ലാസ് കണ്ടിട്ട് ആ നോട്ട് കൂടെ ഒന്ന് പോയിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3ാമത്തെ സ്ഥാനമാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3ാം സ്ഥാനമാണ്. ഞാൻ ഈ റാങ്കിങ് ഒക്കെ പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റും സെക്കൻഡും പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിൽ 1ാം സ്ഥാനത്തുള്ളത് ആന്ധ്രാപ്രദേശ് ആണ്. 2ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം 3 ആണ്. ഫസ്റ്റ് ആർക്കാണ്? ആന്ധ്രാപ്രദേശ് ആണ്. സെക്കൻഡ് വരുന്നത് മഹാരാഷ്ട്രയാണ്. ഒന്ന് ഓർത്തു വെച്ചിരുന്നോയെ. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. അപ്പോൾ രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായിട്ട് വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. ദി ഗാർഡിയൻ പത്രം പുറത്തിറക്കിയ എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ ഇടം നേടിയ അരുന്ധതി റോയുടെ നോവൽ ഏതാണ്? ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എത്രാമത്തെ റാങ്കാണ്? 32ാമത്തെ റാങ്കാണ്. അപ്പോൾ ദി ഗാർഡിയൻ പത്രം, എന്താണ് ഈ ഗാർഡിയൻ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള വാർത്തകൾ നൽകുന്നതിൽ പ്രശസ്തമായ ഒരു ബ്രിട്ടീഷ് ദിനപത്രത്തിന്റെ പേരാണ് ദി ഗാർഡിയൻ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 1821 ജോൺ എഡ്വേർഡ് ടൈലർ എന്ന് പറയുന്ന പരുത്തി വ്യാപാരി കൊണ്ടുവന്നൊരു പത്രമാണ് ഈ പറയുന്ന ഗാർഡിയൻ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പേര് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ പേര് മാറ്റിയത് 1959 ഇങ്ങനെ ആക്കിയത്. 1821 കാലഘട്ടത്തിൽ മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്നായിരുന്നു ഈ ഒരു പത്രത്തിന്റെ പേര്. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർലൂ കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിന്റെ പ്രതികരണമായിട്ട് ലിബറൽ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പത്രമാണ് ദി മാഞ്ചസ്റ്റർ ഗാർഡിയൻ അല്ലെങ്കിൽ ദി ഗാർഡിയൻ പത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ നോവൽ എത്രാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്? 32ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. ഇനി വേറെ 2 ഫാക്ട് ഇവിടെ ഓർത്ത് വെച്ചിരുന്നു ഇതുമായിട്ട് ബേസ് ചെയ്ത്. അരുന്ധതി റോയുടെ 32 ആണെങ്കിൽ 1ാം സ്ഥാനത്തുള്ള എന്തായാലും അറിഞ്ഞിരിക്കുക. 1ാം സ്ഥാനത്തുള്ളത് ജോർജ് ഏലിയറ്റിന്റെ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന നോവലാണ്. ആരുടെയാണ്? ജോർജ്
ജോർജ് ഏലിയറ്റിൻ്റെ മിഡിൽ മാർച്ച് എന്ന് പറയുന്ന നോവലാണ്. മിഡിൽ മാർച്ച് എന്ന് പറയുന്ന നോവലിലാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിധികർത്താക്കളുടെ ഇടയിൽ ഇടം നേടിയിട്ടുള്ള ഒരു കേരളത്തിൽ നിന്നൊരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കവിയായിട്ടൊരാളുണ്ട്. പുള്ളിക്കാരൻ്റെ പേരാണ് ജിൻ തൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജിൻ തൈൽ. പുള്ളിക്കാരനൊരു നോവലിസ്റ്റാണ്, നമ്മുടെ മലയാളി കൂടെയാണ്. പുള്ളിക്കാരൻ ഈ പറയുന്നൊരു റാങ്കിങ്ങിന്റെ വിധികർത്താക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടെയാണ് ജിൻ തൈൽ എന്ന് പറഞ്ഞ. ഈ പുള്ളിക്കാരന്റെ പേര് കൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നു. അരുന്ധതി റോയുടെ ഈ പറയുന്ന ദി ഗോഡ് ഓഫ് സ്മാൾ തിങ്സിന് 1997 ബുക്കർ പുരസ്കാരം കൂടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. സോ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കണേ. അടുത്ത ചോദ്യം, ഭാരത ഒമാൻ സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 2026 ജൂൺ 1 ഭാരത ഒമാൻ സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 2026 ജൂൺ 1 നമ്മുടെ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കരാറാണ് ഈ പറയുന്ന കരാർ. അപ്പോൾ അതെന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2026 ജൂൺ 1. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കവചാണ്. അപ്പൊ കവച് എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവച്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാളി നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മീനാക്ഷി ജയനാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാളി നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? മീനാക്ഷി ജയനാണ്. ഏത് ചിത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്ടോറിയ എന്ന് പറയുന്ന ചിത്രത്തിലാണ്. ഇനി മികച്ച നടനെ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നു. മികച്ച നടൻ നിഖിൽ യാദവ് ആണ്. മികച്ച നടൻ നിഖിൽ യാദവ്. പുള്ളിക്കാരൻ്റെ വിമുക്ത് എന്ന് പറയുന്ന സിനിമയാണ്. വിമുക്ത് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഓക്കെ, അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാളി നടി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മീനാക്ഷി ജയൻ. അടുത്ത പോയിന്റ്, യുവതലമുറയിൽ കൃഷിയെക്കുറിച്ചും ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ച കാർഷിക ക്ലബ് അറിയപ്പെടുന്ന പേരെന്താണ്? കതിരാണ്. അപ്പൊ കതിർ എന്താണെന്ന് അറിഞ്ഞിരുന്നോ? യുവതലമുറയിൽ കൃഷിയെക്കുറിച്ചും ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി കൃഷി വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് എവിടെ നടത്തുന്ന പദ്ധതിയാണ്? സ്കൂളുകളിൽ ആരംഭിച്ച കാർഷിക ക്ലബ്ബാണ് എന്താണ്? കതിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഫോം നോക്കിക്കോ. കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. എന്താണ്? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. അടുത്ത പോയിന്റ്, 2026 ജൂൺ മാസം അന്തരിച്ച ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവും ഇന്ത്യൻ ഷൂട്ടിംഗ് കോച്ചുമായ ഇതിഹാസ താരമാരാണ്? എല്ലാവർക്കും അറിയാമല്ലേ? ജസ്പാൽ റാണ. ആരാണ്? ജസ്പാൽ റാണ. അപ്പോൾ 2026 ജൂൺ മാസം അന്തരിച്ച ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവും ഇന്ത്യൻ ഷൂട്ടിംഗ് കോച്ചുമായ ഇതിഹാസ താരമാരാണ്? ജസ്പാൽ റാണ. പുള്ളിക്കാരൻ 1994 അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1997 പത്മശ്രീയും ലഭിച്ചൊരു വ്യക്തിയാണ് ആര്? ജസ്പാൽ റാണ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നു. അടുത്ത പോയിന്റ്, റോബോട്ട് ബുദ്ധ സന്യാസിയായ ഗബിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ കൊറിയയാണ്. അപ്പൊ ദക്ഷിണ കൊറിയയാണ് റോബോട്ട് ബുദ്ധ സന്യാസിയായ ഗബിയെ അവതരിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം എവിടെയാണ് നടന്നത്? അത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം നടന്നത്. എവിടെ വെച്ചിട്ടാണ്? സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. അടുത്ത പോയിന്റ്, ലോക ചരിത്രത്തിൽ ആദ്യമായി 1 ട്രില്യൺ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക് ആണ്. അല്ലെ, എല്ലാവർക്കും അറിയായിരിക്കും ആ കാര്യം. ലോക ചരിത്രത്തിൽ ആദ്യമായി 1 ട്രില്യൺ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക് ആണ്. അല്ലെ, നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയുടെ സ്ഥാപകനാണ് ഇലോൺ മസ്ക്. നമ്മുടെ സ്പേസ് എക്സിന്റെ പ്രസിഡന്റിനെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഗ്വീൻ ഷോർട്ട്വെൽ ആണ് നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയുടെ പ്രസിഡന്റ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നോ? അപ്പോൾ ലോക ചരിത്രത്തിൽ ആദ്യമേ 1 ട്രില്യൺ എന്ന നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഓക്കെ, ഏത് വർഷത്തോടെയാണ് കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്നത്? അത് 2050 ആണ്. ഏത് വർഷത്തോടെയാണ് കേരളത്തെ പൂർണ്ണമായും
കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് ചെയ്ത് ഏത് വർഷമാണ്? 2050. അടുത്ത പോയിന്റ്, പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ C-295 ആണ്. അപ്പൊ C-295 ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. നമ്മുടെ ന്യൂസിലൊക്കെ ഒരുപാട് ഇടം പിടിച്ച ഒരു പദ്ധതിയാണല്ലേ ഇത്. അപ്പോൾ സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി അറിയപ്പെടുന്ന എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന 36 രാജ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ ആഗോള സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനത്താണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന 36 രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തി നടത്തിയ ആഗോള സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനം. 1ാം സ്ഥാനത്തുള്ളത് തുർക്കിയാണ്. തുർക്കി ഏതാണ്? തുർക്കി. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിലൂടെ പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ ഒരുക്കുന്ന ആദ്യ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിലൂടെ പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ ഒരുങ്ങുന്ന ആദ്യ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അടുത്ത പോയിന്റ്, എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ സുഹ്ര സിറാജ് ആണ്. അപ്പൊ സുഹ്ര സിറാജ് ആണ് എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 1ാമത്തെ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സഫ്രീന ലത്തീഫ് ആണേ. സഫ്രീന ലത്തീഫാണ് ആദ്യമായിട്ടുള്ളൊരു മലയാളി വനിത നമ്മൾ എവറസ്റ്റ് കീഴടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു വനിത എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? അതിൽ എല്ലാവർക്കും അറിയായിരിക്കും, ബച്ചേന്ദ്രി പാൽ. ഏത് വർഷമാണ്? 1984 അല്ലേ? അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മലയാളി വനിത എവറസ്റ്റ് കീഴടക്കിയത് സഫ്രീന ലത്തീഫാണ്. ഇന്ത്യയിൽ ഒരു വനിത നമ്മുടെ എവറസ്റ്റ് കീഴടക്കുന്നത് എന്നാണ്? 1984 നമ്മുടെ ബച്ചേന്ദ്ര പാലാണ്. വേൾഡിൽ ഏത് വനിതയാണ് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കുന്നത്? നമ്മുടെ ജങ്കോ താബെയാണ് അല്ലേ? എന്താണ്? ജങ്കോ താബെ. 1975 ഓക്കെ. അപ്പോൾ എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ സുഹ്ര സിറാജ് ആണ്. 43 ദിവസത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ മെയ് 20-ാം തീയതിയാണ് 2026 മെയ് 20-ാം തീയതിയാണ് സുഹ്ര സിറാജ് കീഴടക്കുന്നത്? എവറസ്റ്റ് കീഴടക്കുന്നത്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊറിയൻ ബാൻഡ് ഏതാണ്? BTS ആണ്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊറിയൻ ബാൻഡ് ഏതാണ്? BTS. അടുത്ത പോയിന്റ്, 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായി രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ആരാണ് നിയമിതയായത്? D. പുരന്തേശ്വരിയാണ്. അപ്പൊ D. പുരന്തേശ്വരിയാണ് 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായി രൂപവൽക്കരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത്. ഓക്കെ. അടുത്ത പോയിന്റ്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ, അതായത് VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജൂലൈ 1 മുതലാണ്. അപ്പോൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ജീവിക മിഷൻ അല്ലെങ്കിൽ VBG റാംജി പദ്ധതി എന്ന് മുതലാണ് നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ എന്ന് മുതലാണ്? 2026 ജൂലൈ 1 മുതലാണ്. ഈ ഒരു VBG റാംജി നിലവിൽ വരുന്നതോടെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്തായിട്ട് മാറും? അത് റദ്ദാക്കപ്പെടും. ഓക്കെ. അടുത്ത പോയിന്റ്, വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണ്. അത് ജൂൺ 14 അല്ലേ? വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജൂൺ 14. അതിനൊരു തീമുണ്ട് 2026 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്സ്. ഇത് പഠിച്ചിരുന്നോളേ. അപ്പോൾ 2026 വേൾഡ് ബ്ലഡ് ഡോണർ ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈഫ്സ് എന്നാണ്. ഗ്രാമീണ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രോജക്ട് ഗംഗ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഗ്രാമീണ ഡിജിറ്റൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രോജക്ട് ഗംഗ ആരംഭിച്ച സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗംഗയുടെ ഫുൾ ഫോം എടുത്താണ് കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് അസിസ്റ്റന്റ് നെറ്റ്വർക്ക് ഫോർ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് എന്നാണ്. ഓക്കെ.
മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ജനനി എന്നാണ്. അപ്പൊ ജനനി എന്ന് വെച്ചാൽ എന്താണ്? മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ജനനി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൻ്റെ നോട്ട് നമ്മുടെ സ്കിൽ റൈനോ എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് കയറി ഒന്ന് വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഉള്ള കറണ്ട് അഫെയർ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ആപ്പ് എല്ലാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ എല്ലാവരും നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.